ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചു വീട്ടിൽ ഞാൻ അലങ്കരിച്ചിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടോ. അപ്പോൾ ആ ചെടിച്ചട്ടികളൊന്നുമില്ല. ഞാൻ പഴയ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ പഴയ എന്ത് കിട്ടിയാലും അതൊക്കെ ചെടിച്ചട്ടിയാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചെടിത്തോട്ടമുണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഒരു 3 മാസം മുൻപിലെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ അന്നത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അന്ന് ഇവിടെ ചെടികൾ ഈ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് ഞാൻ എൻ്റെ ഐഡിയയിൽ കുറേ ഉദിച്ച കുറേ ഐഡിയകളൊക്കെ ആയിട്ട് ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ടർട്ടിൽ വൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പഴയൊരു ബൈക്കിൻ്റെ ലൈറ്റാണ് കേട്ടോ. മുന്നിലുള്ള ആ ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് ഞാൻ അതിന് ഹോളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മരത്തിലൊക്കെ കെട്ടിയിട്ടിട്ട് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലൊക്കെ മരത്തിലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞാനതിൽ ടർട്ടിൽ വൈൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹാങ്ങായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. പഴയൊരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് രണ്ടാമത്തേതായിട്ട് നമ്മൾ കാണുന്നത്. കണ്ടോ, 7up-ൻ്റെയൊക്കെ എന്താ 1 ലിറ്ററിൻ്റെ കുപ്പിയില്ലേ, ആ ഒരു കുപ്പി അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ച് ഞാൻ ടർട്ടിൽ വൈൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഹാങ്ങായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിലാണ് തൂക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇത് പർപ്പിൾ ടർട്ടിൽ വൈൻ. അപ്പോൾ അത് ഇരിക്കുന്ന പാത്രം എന്താണെന്ന് അറിയണ്ടേ, ചെറിയ പൈസ കുറ്റി ഉണ്ടാവില്ലേ, ആ ഒരു ടാങ്കിൻ്റെയൊക്കെ ഒരു ഷേപ്പിലെ വാട്ടർ ടാങ്കിൻ്റെ ആ ഒരു പൈസ കുറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങെടുത്തു ചെടിയൊക്കെ കുഴിച്ചിട്ടു കേട്ടോ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 6 എണ്ണം ഞാനിതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്, ഒരേപോലെ യൂണിഫോം ആക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റിൽ തന്നെ വെച്ചിട്ടുള്ളത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയൊരു തൈയാണ്, കാണാൻ മാത്രമൊന്നും ആയി വന്നിട്ടില്ല. രണ്ടാമത്തേൽ ഇത് റോഹിയോ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തേൽ മണി പ്ലാന്റുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 എണ്ണം വെച്ചതിന് ശേഷം ഇപ്പുറത്ത് നമ്മൾ ഒരു സ്പൈറൽ ഹാങ്ങിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൈറൽ ഹാങ്ങിങ് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോളും പാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതുപോലെ സിങ്കോണിയത്തിൻ്റെ ചെറിയ തൈ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മണി പ്ലാന്റ്, അടുത്തത് റോഹിയോ പ്ലാന്റ്. അങ്ങനെ ആ ഒരു 6 പാത്രം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സ്പൈറൽ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനന്ന് 4ലും മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ 2 എണ്ണത്തിൽ മണി പ്ലാന്റ് മുകളിൽ 2 എണ്ണത്തിൽ മാറ്റി കൊടുത്തു. ഇതൊരു ഹാങ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് വെച്ചെടുത്തു. അടുത്തത് സ്പൈഡർ പ്ലാന്റ്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇത് കണ്ടോ, ഇത് മുട്ടായിൻ്റെയൊക്കെ ഭരണികൾ ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഭരണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഇത് വാണ്ടറിങ് ജൂ അത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഹാങ്ങായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മിക്കതും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മിക്ക ചെടിച്ചട്ടികളും അത് തന്നെയാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ വെച്ചിട്ട്. അപ്പോൾ അതാണ് ആ കുറച്ച് മുകളിൽ ഹാങ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇതുപോലുള്ള കുപ്പികൾ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ആ ഒരു ഫിസിൻ്റെ ഒക്കെ കുപ്പിയില്ലേ, അതുപോലെ തന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് മണി പ്ലാന്റിൻ്റെ ഓരോ കട്ടിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ, കാരണം നല്ല ഭംഗിയുള്ള കുപ്പികളെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പെയിൻ്റൊന്നും വെച്ചിട്ടില്ല, കറുപ്പും ചുവപ്പും കലർത്തി ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഐസ്ക്രീമിൻ്റെ പോട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻഡോർ പോട്ടാക്കി മാറ്റിയത് അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇൻഡോർ പോട്ടായിട്ടൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനതിനെ ഔട്ട്ഡോർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുപ്പിൽ ഞാൻ 4 ഹോൾ ഇട്ടിട്ട് ഇതുപോലെ കയറൊക്കെ കെട്ടിയിട്ട് ഞാനിവിടെ തൂക്കിയിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ സ്പൈഡർ പ്ലാന്റ് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു അന്ന് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റിയൊരു വലിയ സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ 3 കുപ്പികൾ വീണ്ടും തൂക്കിയിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ ഓരോ കട്ടിങ്സുകളാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഈ ഒരൊറ്റ വെറൈറ്റി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഒരു കുഞ്ഞു സിമെൻറ്റിൻ്റെ ബോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടുള്ളത് ഒരു ചെറിയ സ്പൈറൽ ഹാങ്ങിങ് ആണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ ചെടിച്ചട്ടി ആരതാന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ചെടി വളരാനുള്ള ടിപ്സൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു PVC പൈപ്പാണ് കേട്ടോ. ആ PVC പൈപ്പിൻ്റെ ഒരു കട്ടിങ്സിൽ ഇതുപോലെ മണ്ണൊക്കെ നിറച്ചിട്ട് ഈ ഒരു ചെടി വെച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. എന്താ തെച്ചി പോലെയൊക്കെയുള്ളൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഇതിനൊരു വെള്ള പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞൊരു മീൻകുളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സിമെൻറ്റും അതുപോലെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് മീൻകുളമൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ മീൻകുളത്തിലും എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റികൾക്കൊക്കെ ഞാൻ പ്രാധാന്യം കൊടുത്ത് എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടോ. അപ്പോൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റോഹിയോ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലും കോട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീനുകളൊക്കെ കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ അവർക്ക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനതിൽ ഒരു പൊട്ടിയ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തിട്ട് സിങ്കോണിയത്തിൻ്റെ ചെറിയൊരു കട്ടിങ്സും കൂടി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ചെറുതായിട്ടൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇതൊരു മരക്കമ്പ് ഞാനിതുപോലെ കുഴിച്ചിട്ടാണ്. ആ കുഴിച്ചിട്ടതിനെ ഞാൻ ചാക്ക് നൂല് കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ ഒരു നൂൽച്ചാക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു PVC പൈപ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതിൽ മണ്ണൊക്കെ നിറച്ച് സെറ്റ് ചെയ്തിട്ട് ടർട്ടിൽ വൈൻ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ PVC പൈപ്പിൻ്റെ കട്ടിങ്സിൽ ആദ്യം നമ്മൾ മണ്ണൊക്കെ നിറച്ച് അതുപോലെ തന്നെ ടർട്ടിൽ വൈനൊക്കെ വെച്ച് ടർട്ടിൽ വൈനൊന്ന് ഹാങ്ങായി മണ്ണൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ടാണ് മണ്ണ് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണ് മുഴുവൻ ഒഴിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ ഇനി നല്ലപോലെ ഹാങ്ങായി വരുമ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ടർട്ടിൽ വൈനിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടത് തെച്ചിയാണ് കേട്ടോ. ചുവപ്പ് പൂവുണ്ടാകുന്ന ആ ഒരു തെച്ചിയാണ് കേട്ടോ. അത് ഞാൻ ഒരു ചെറിയ കുപ്പിയുടെ ഒരു കട്ടിങ്സിൽ മണ്ണ് നിറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു തെച്ചി. പിന്നെ ഒരു ചെടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പോട്ട് മാത്രമാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നിൽ മണി പ്ലാന്റ്, ഒന്നിൽ സ്പൈഡർ പ്ലാന്റ്, അതുപോലെ തന്നെ മറ്റതിൽ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു യെല്ലോ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു 3 ചെടിച്ചട്ടികൾ വാങ്ങിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫ്രണ്ടിലുള്ളത് ഇതുപോലെ ഞാനൊരു വലിയ PVC പൈപ്പിനെ 2ആക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ മണ്ണിൽ കുഴിച്ചിട്ടു കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ ചിരട്ടകളൊക്കെ കൊണ്ടുവന്ന് മനോഹരമാക്കി. അപ്പോൾ ഈ ചിരട്ടകൾ എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പിങ്ങിനൊക്കെ റബ്ബർ കിട്ടുന്ന ആ ഒരു ചിരട്ടല്ലേ, അതാണ് കേട്ടോ. അത് 2 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതായിരുന്നു. ഒന്നിന് 2 രൂപ വെച്ചിട്ട് 5 രൂപ 10 ചിരട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ പപ്പടക്കോല് കൊണ്ടൊക്കെ ഹോളിട്ട് നമ്മൾ PVC പൈപ്പിൽ ചേർത്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-ൽ 5 വീതം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഓരോന്നിലായിട്ട് ഓരോ പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ ഓരോരോ പ്ലാന്റുകൾ വെച്ച് കൊടുത്തു. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരിപ്പോൾ എന്താ എനിക്കറിയില്ല. അതാണ് അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയണതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അറിയാത്തതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടില്ല, അതാണുള്ളത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം പോണ ചാല് പോലെ മഴക്കാലത്ത് വെള്ളം പോണതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു 2 ഭാഗത്തും ഞാൻ ഇതുപോലെ നമ്മൾ റോഹിയോ പ്ലാന്റ് ഇല്ലേ, അത് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു ബക്കറ്റിൻ്റെ അടപ്പിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് കോലിയസ് പ്ലാന്റിൻ്റെ പല വെറൈറ്റികൾ ഞാൻ അതിലെടുത്ത് കുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ സിമെൻറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ. ഒരു തൊപ്പി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഫിലോഡെൻഡ്രോൻ നിൽക്കുന്ന ഇതും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ. ആ ഒരു കുപ്പീനെ പെയിൻ്റ് അടിച്ചൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മണി പ്ലാന്റാണ് തൊട്ടുപുറത്ത്, അതും ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലുള്ള കുറച്ച് ചെടി കവറുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 60 രൂപയ്ക്ക് 10 വീതം കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഓരോന്നിലായിട്ട് പോപ്പിച്ചെടികളാണ് വെച്ചിട്ടുള്ളത്. ഒരു 3-4 വെറൈറ്റികളും കേട്ടോ പോപ്പിച്ചെടിയുടെ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇത് കണ്ടോ, ബക്കറ്റ് ഒരു തൊട്ടിയാണ് കേട്ടോ. അത്
ഇത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വെള്ള പൂവുണ്ടാകുന്ന ചെടിയാണ്. അതിൽ ടർക്കിൾ വൈനും കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു റോസും പച്ചയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറ് ഉള്ളൊരു ചെടിയാണ് കേട്ടോ. പൂവൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കാക്കപ്പൂ, അതൊരു കവറിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ചെറിയ കറ്റാർവാഴ, അത് ഇതുപോലെ പൊട്ടിയൊരു ബക്കറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, ഒരു ചെറിയ കുപ്പിയാണ് കേട്ടോ. അതിൽ കലേഡിയത്തിൻ്റെയൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കലേഡിയത്തിൻ്റെ 3 കട്ടിങ്സ് അതിൽ വളരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ പണ്ടൊക്കെ മഴ പെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കുപ്പിയാണ്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഹണ്ട് ചെയ്തപ്പോൾ കിട്ടി ആ ഒരു കലേഡിയമാണ് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ അഗ്ലോണിമ, പിന്നെ സിങ്കോണിയം, പിന്നെ ഇത് നമ്മുടെ വലിയൊരു സ്പൈഡർ പ്ലാന്റ്. ഇതിന് ചെറിയ ചെറിയ തൈകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ തൈകളിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മളെ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെ ബോർഡർ ഗ്രാസ് ഇട്ടു, അതും ഇങ്ങനെ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായി വന്നിട്ട്. പിന്നെ ഇത് ജനുവരി പൂ എന്ന് പറയും. ജനുവരിയിൽ മാത്രമാണല്ലോ ഇത് പൂ വിരിയാറ് കേട്ടോ. വേറെ പേരെന്താ എനിക്ക് അറിയില്ല. പിന്നെ ഇത് നമ്മൾ ടാങ്ക് കൊണ്ട് ഉണ്ടാക്കിയിരുന്നില്ലേ പോട്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്. പിന്നെ ഒരു ചെറിയ പഴയ കുപ്പിയാണ്, അതിൽ മണി പ്ലാന്റ്. ഇതും ഇതുപോലെ ഒരു കുപ്പിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നാൾ ഹണ്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ചെടിയാണ്. പിന്നെ കുറച്ച് കലേഡിയം കേട്ടോ. അപ്പോൾ കലേഡിയം ഓരോന്നായിട്ട് ഞാൻ മുൻപ് കലേഡിയം അല്ല, കോലിയസ് പ്ലാന്റ്, കണ്ണാടി ചെടി എന്ന് പറഞ്ഞാലാണ് പെട്ടെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടത്തോടെ വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് വെക്കുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. ഇതിങ്ങനെ എല്ലാതും ഒരുമിച്ച് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊരു നിഡോൻ്റെ ചിഹ്നമാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു ചെടി ഞാനിപ്പോൾ വെച്ചതേ ഉള്ളൂ കേട്ടോ, വേര് പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാടിയ പോലെ. ഇതും കലേഡിയം. ഇതൊക്കെ കണ്ടോ, ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ മുറിച്ചിട്ട് അതിലൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഈ കോലിയസ് പ്ലാന്റ്, കണ്ണാടി ചെടികൾ എല്ലാതും ഒരുമിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ഭംഗി കിട്ടുക കേട്ടോ. കാണുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. പിന്നെ നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഞാനപ്പോൾ ഇത് നേരത്തെ ഇതിൻ്റെ മുൻപിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് കോലിയസ് പ്ലാന്റിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇത് കുറച്ച് കവറുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, അതിൽ മണ്ണ് നിറച്ചിട്ട് റോസാ കൊമ്പ് അങ്ങനെ പലതും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു കലേഡിയം ആണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ റോസാ കൊമ്പുകളാണ് കേട്ടോ, പലതരം പൂവിടുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഫാനിൻ്റെയൊക്കെ ആ ഒരു മുൻപിലുള്ള ആ ഒരു സാധനം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ 10 മണിമുല്ല വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കുത്തിയിട്ട്, അതാണ് ഇപ്പോൾ ഇങ്ങനെ വാടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ടാങ്കിൻ്റെ അതുപോലെ ആ വട്ട്, ആ ഒരു വായ്ഭാഗം, അതിൽ 2 ടർട്ടിൽ വൈനിൻ്റെയും ചെറിയ കട്ടിങ്സൊക്കെ ചാടുമ്പോൾ ഞാൻ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വലിയതായിട്ട് പടർന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു ചെടിത്തോട്ടം വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികൾക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ ഒരു ചെടിയും പൈസ കൊടുത്ത് വാങ്ങിയതല്ല കേട്ടോ. ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ പല വീടുകളിലും കാണുമ്പോൾ ആഗ്രഹം തോന്നും, അതിൽ നിന്ന് ചെറിയ പൊട്ട് തരുമോ, ഇതിൽ നിന്നൊരു ചെറിയ പൊട്ട് തരുമോ, അങ്ങനെ ചോദിക്കും. എന്നിട്ട് അത് കിട്ടുന്നത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികൾ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, ആ ഒരു പോട്ടിലെ ചെടി വളരാൻ എന്താ ചെയ്യൽ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ട്രിക്സൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീട് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണോ ഭംഗി, അപ്പോൾ ഇതുപോലെ ചെടികൾ വെച്ചപ്പോഴാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ അന്നും ഇന്നും വീഡിയോ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി ആ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കേ. എന്തിനാ കല്ലിടുന്ന നീ മോളെ? കേട്ടോക്ക്, എന്തിനാ കല്ലിടുന്നത് പറഞ്ഞ? എന്തിനാ കല്ലിടണേ മോളെ?
നിന്റെ പടച്ചോനി ആ ചെടിക്ക് ഇപ്പം ഇന്ന് അതിൻ്റെ പണി വെച്ചു. കളയടി ആ കല്ല്, ചെടി കേടരും. കല്ല് കളഞ്ഞ കല്ല് കളയടി. വേരുണ്ടാക്കാൻ കല്ലൊന്നും വേണ്ട, കളയാണ്ട്. കല്ലിട്ടാ വേരുണ്ടാവില്ല, എൻ്റെ ചെടി കേടൊന്നു പോവും. കല്ല് കളയേ, എന്നെങ്കിലേ വേരുണ്ടാകുള്ളൂ. ഇങ്ങോട്ടോക്ക് ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെ എന്നെ കളിയാക്കും. ആ കല്ല് വലിച്ചെറിഞ്ഞാൽ കല്ലിട്ട് കാണ്ട് ചെടി കേടെടുത്താൻ പാടില്ല പറഞ്ഞു ചീത്ത പറയും. കല്ല് കള ഈ വീഡിയോ യൂട്യൂബിലിടുമ്പോൾ കുറേ ആൾക്കാർ കാണൂലേ, അപ്പോൾ കളിയാക്കാൻ. എന്തിനാ ചെടി കയ്യിൽ കൊണ്ട് നിൽക്കണേ? വേരുണ്ടാക്കാനോ? അപ്പം അതിലില്ല ചെടി കേടന്ന് പോവില്ലേ? എനിക്കിതിൽ ഏത് ചെടിയാണ് ഇഷ്ടം? കാണിച്ചെന്നാ. ഏത് ചെടി? കഴിഞ്ഞിട്ടില്ലേ? ഇനിയുണ്ടോ ചെടി? ഇതാര് ചെടിച്ചട്ടിയാ? ആ അതിലുള്ള ചെടിക്ക് എത്ര ദിവസത്തെ ആയുസുണ്ടാവും? ഇന്നലെ തന്നെ അതിന് മരിച്ചു പോവില്ലേ? എന്ത് നല്ല ചെടീനെ, അതിന്റെ കോലം കണ്ടോ? അതിന്റെ മറ്റേ പൂവൊക്കെ എടുത്തിട്ടാ, അതൊക്കെ എടുത്തിട്ടാ. അപ്പോൾ ചെടി വളരാനുള്ള ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള പാഴ് വസ്തുക്കളൊക്കെ പ്രയോജനപ്പെടുത്തി നിങ്ങളും ഒരു ചെടിത്തോട്ടം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ അതും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ.